ഹായ്, ജോലി തുടങ്ങിയിട്ടാ. രാവിലെ തന്നെ ഇന്ന് നമ്മൾ ഉണ്ടംപൊരിക്ക് കുഴക്കാൻ പോണേ. ഈ പാത്രത്തിലിരിക്കുന്നത് ശർക്കര നീരാണ്. ശർക്കര പാനിയിലോട്ട് കുറച്ച് സോഡാപ്പൊടിയാണ് ഞാനിപ്പോൾ ഇട്ടത്. ഇനി ഇതേ ഏലക്കയും നല്ല ജീരകവും പൊടിച്ചത്, ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പിടണം, ഒരു നുള്ളു സോഡാപ്പൊടി. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടുന്നത് പാളയംകോടൻ പഴമാണ്, ചെറുപഴം എന്നൊക്കെ പറയത്തില്ലേ, അതൊരു 5-6 ഇട്ടിട്ടാണ് നമ്മളിത് ഞെരടുന്നത്. അപ്പോൾ ഉണ്ടംപൊരിക്ക് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിരിക്കും. കടകളിലൊക്കെ ഇത് ചേർക്കൂട്ടോ എല്ലാവരും, മിക്കവാറും തന്നെ ആൾക്കാർ ഇടും. ഇത് ആട്ടപ്പൊടി, ഇത് ഗോതമ്പ് പൊടിയാണ്, ലൂസ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ വാങ്ങണത്. അപ്പോൾ ഈ പഴമൊക്കെ നമ്മൾ ഞെരടി ഈ ശർക്കരപ്പാനിയിലിട്ട് ഏലക്കാപ്പൊടിയും ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാനിടുന്നത് ഗോതമ്പ് പൊടിയാണ്. ലൂസ് ഗോതമ്പ് പൊടി വാങ്ങിയതാണേ, 2 കിലോളുണ്ട്. ഇതൊരു 1/2 കിലോളം മൈദ, 2 കിലോ ഗോതമ്പ് പൊടിയും 1/2 കിലോ മൈദയും. ഇനി നമ്മളിതങ്ങോട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് നമ്മളിത് വെക്കും. എന്നിട്ടാണ് നമ്മളിത് എണ്ണയിലോട്ടിടുന്നത്. അന്നേരം നല്ലോണം പൊങ്ങി വേഗം നല്ല ഇതിൽ വരും, നല്ല മുരുമുരുന്നിരിക്കും കേട്ടോ. ഇത് ഞാനിതിപ്പോൾ എണ്ണ ചൂടായി എണ്ണയിലോട്ട് ഇടാൻ പോണേണ്. ഇത് ഇത്രച്ചെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അല്ലാണ്ട് നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ഉരുട്ടി ഇടുമൊന്നും വേണ്ട. ഇങ്ങനെ എടുത്ത് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് മുരിഞ്ഞ് വരും ഉണ്ടംപൊരി. ഇത് നമ്മൾ ബേക്കറിയിലോട്ടൊക്കെ സപ്ലൈ ചെയ്യണതാണ് കേട്ടോ. ഇത് ഒരുപാട് കടകളൊന്നും ഇല്ല നമുക്ക്, എന്നാലും ഒരു 10-18 കടകളൊക്കെ ഉള്ളൂ, ചെറിയ ചെറിയ കടകൾ. എല്ലാം മറിച്ചിട്ട് മുരിഞ്ഞ് നമുക്ക് ഇനിയിപ്പോൾ ഇത് കോരാനുള്ള പരിവായി കണ്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം കണ്ടോ. നമുക്കിപ്പോൾ ഇട്ട് ഈ പൊടിയിൽ ഒരു 2 കിലോ പൊടിയുള്ളൂ. 1.5 കിലോ ഗോതമ്പ് പൊടിയും 1/2 കിലോ മൈദയും, 2 കിലോ മാവാണ്. ഒരു 90 എണ്ണമൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അതിൽ നിന്നും. ഇതുണ്ട്, നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. എല്ലാവർക്കും ചെയ്ത് നോക്കണമെങ്കിൽ വീട്ടിൽ ചെയ്ത് നോക്കാം. ഒരു 1/2 കിലോ ഗോതമ്പ് പൊടിയിലും ഒരു 1/2 ഗ്ലാസ് മൈദയൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. ശർക്കരപ്പാനി ഉരുക്കി അതിനകത്തോട്ട് പൊടികളിട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും 2-3 പഴവും ഒക്കെ ഇട്ട് ഞെരടി വെച്ച് ഏലക്കാപ്പൊടിയും നല്ല ജീരകവും കൂടി ഇട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്യണവർക്ക് ഇട്ടാതെ നമ്മൾ ഒരു ചട്ടി കോരി, രണ്ടാമത്തെ ചട്ടി, 2 ചട്ടിക്കുള്ളതേ ഉള്ളൂ. ഇതിന് മുഴുവൻ ഈ ചട്ടി തന്നെ ഞാനങ്ങ് ഇടും കേട്ടോ. കണ്ടോ, എല്ലാമായി കോരി ട്രെയിൽ വെച്ചേക്കണം. കണ്ടോ, ലൈക്ക് ചെയ്യണേ.